കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശി ശരണ്യയെ കണ്ടെത്തി. 4 ദിവസത്തിന് ശേഷം വനമേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത്. ശരണ്യയെ വനത്തിന് പുറത്തെത്തിച്ചു. വഴി തെറ്റിപ്പോയതാണെന്നും താഴേക്കിറങ്ങിയപ്പോൾ മുകളിലുണ്ടായിരുന്നവരെ കാണാതായെന്നും ശരണ്യ പറഞ്ഞു. മഴ പെയ്തതിനാൽ വഴുക്കലുണ്ടായിരുന്നു. പാറയും അരുവിയുമുള്ള സ്ഥലത്ത് വിശ്രമിച്ചെന്നും ശരണ്യ പറഞ്ഞു. ശരണ്യ നാദാപുരത്തുള്ള കുടുംബാംഗങ്ങളെ വിളിച്ചു. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ചുപേരെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെയും കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. കുറെ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസ് ആയി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. ഇല്ല, എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 വരെ ഞാൻ നടന്നു. കേട്ടുപോയി. അത്ര പറ. അത് എടുത്തൊന്നും കണ്ടില്ലേ? സംസാരിച്ചിട്ട് വെയിറ്റ് വേണ്ടേ? ഒരുമിച്ച് എടാ സാഞ്ചോ ഒരു പടം എടുക്കും, ഫോട്ടോ എടുക്കും. സാഞ്ചോ വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഭീതി നിറഞ്ഞ 4 ദിവസങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ശരണ്യ ആശ്വാസമായി ആരോഗ്യവതിയായി തിരിച്ചെത്തുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ശരണ്യ പ്രതികരിക്കുന്നത്, അല്ലേ? കേട്ടിട്ടില്ല. വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വാർത്ത തന്നെയാണ് കുടകിൽ നിന്ന് വരുന്നത്. 4 ദിവസമായി കാണാതെയായിരുന്ന മലയാളിയായ യുവതി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശരണ്യയെ കുടകിലെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 3 ദിവസം പൂർണ്ണമായി തന്നെ പകലും രാത്രിയും കുടകിലെ വനത്തിലായിരുന്നു. അതേസമയം അത് അതിജീവിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വലിയ ഊർജ്ജവതിയായി തന്നെ ശരണ്യ വരികയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു നൽകുന്ന സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് നൽകുന്നത്. വ്യാഴാഴ്ചയാണ് കുടകിൽ കാട്ടിലേക്ക് ട്രക്കിങ്ങിലേക്ക് ശരണ്യ പോകുന്നത്. അവിടെ ഒരു സംഘം തന്നെ കൂടെ ഉണ്ടായിരുന്നു അവർക്കൊപ്പം. അതിൽ ഒരു കുന്ന് കയറി, തടിയന്റെ മോൾ എന്ന് പറയുന്ന കുന്നിലാണ് ഈ കാണാതാവുന്നത്. അവിടെ മുകളിൽ കയറി താഴേക്ക് ഇറങ്ങിയിരുന്നു. ഇറങ്ങി നോക്കുമ്പോൾ കൂട്ടം തെറ്റിയിരുന്നു. ഇടയ്ക്ക് വീണ്ടും കുറച്ച് ആൾക്കാരെ മുകളിൽ കണ്ടു. അവരെ നോക്കാനായി വീണ്ടും മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലും ആളില്ല, താഴെയും ആളില്ല എന്ന അവസ്ഥയാണ് ശരണ്യ കാണുന്നത്. എന്തായാലും താഴേക്കാണ് വഴിയെന്ന്, വന്ന വഴി താഴേക്കാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ താഴേക്ക് കുറേ ദൂരം പോയെങ്കിൽ പോലും ആരെ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഫോണിന്റെ റേഞ്ച് നഷ്ടമായി, ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, ഉൾക്കാട്ടിലാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്നാണ് താൻ വഴിതെറ്റിപ്പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് ശരണ്യ എത്തുന്നത്. വീണ്ടും അന്ന് വൈകുന്നേരം വരെ നടന്നെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. മഴയുണ്ടായിരുന്നതായി ശരണ്യ പറയുന്നുണ്ട്. പാറയൊക്കെ വഴുക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നടക്കാൻ ശ്രമിച്ചില്ല. അതേസമയം തന്നെ 2 ദിവസം കുറച്ച് നടന്നെങ്കിലും ബാക്കി വിശ്രമിക്കുകയാണ് ചെയ്തത്. തൻ്റെ കയ്യിൽ വേറെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. 500 ml വെള്ളം മാത്രമേ ഉണ്ടായിരുന്നതായിട്ട് അവർ പറയുന്നു. ഒരു ചെറിയ അരുവിയും പാറയൊക്കെ ഉള്ള സ്ഥലത്താണ് സുരക്ഷിതമായി നിന്നത്. നമുക്കറിയാം, വനം വകുപ്പ്, കർണാടക വനം വകുപ്പും അതോടൊപ്പം തന്നെ ആന്റി നക്സൽ സേനയും 6 സംഘമായി തെരച്ചിൽ നടത്തിയിരുന്നു. അതിൽ തന്നെ കുടിയ വിഭാഗത്തിന്റെ ആദിവാസികളായ ഒരു വിഭാഗം കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. അവരാണ് ശരിക്കും ശരണ്യയെ കണ്ടെത്തിയത്. അവർ ഇന്ന് പോയ 6 സംഘങ്ങളിൽ 4 സംഘങ്ങളും തിരിച്ചു വന്നു. ഈ ഒരു സംഘവും 2 സംഘം മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്കാണ് വൈകിട്ട് തെരച്ചിൽ അവസാനിപ്പിക്കാം എന്ന ഘട്ടത്തിലാണ് ശരണ്യയെ ഇവർ കണ്ടെത്തിയെന്നുള്ള വിവരം വരുന്നത്. ഉടനെ തന്നെ പോലീസിന് വിവരം ലഭിക്കുന്നു, ഫോറസ്റ്റ് വിവരം ലഭിക്കുന്നു.
എത്രയും പെട്ടെന്ന് അവരെ കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നെ നടന്നത്. അല്പസമയം മുമ്പ് അവരെ കാട്ടിൽ നിന്ന് പുറത്തെത്തിച്ചു. അവർ മാധ്യമങ്ങളോട് കണ്ട് സംസാരിച്ചു. താൻ പൂർണ്ണ ആരോഗ്യവതിയാണ്, താൻ ഇങ്ങനെയാണ് താൻ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അതേസമയം തന്നെ പിന്നെ താൻ വലിയ അനുഭവം ഇല്ലെന്ന് പറയുന്നതെങ്കിൽ പോലും പലതവണയും ട്രക്കിങ്ങിന് പോയതായിട്ട് പറയുന്നു. എന്തായാലും ട്രക്കിങ്ങിന് പോയ അനുഭവ പരിചയവും അവരുടെ മനസ്സാന്നിധ്യവുമാണ് ശരിക്കും ഈ 3 ദിവസം പൂർണ്ണമായും കൊടുങ്കാട്ടിനകത്ത് ഒരുപക്ഷെ വലിയ മൃഗങ്ങളൊക്കെ വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ആശങ്ക അവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. അവർ പ്രത്യേക പ്രാർത്ഥനയൊക്കെ ശരണ്യയ്ക്ക് വേണ്ടി നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അത്രയും വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അതേസമയം അതൊക്കെ അതിജീവിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ ഇതില്ലാതെ തന്നെ വന്യമൃഗങ്ങളുടെ ഉൾപ്പെടാതെ തന്നെ ശരിക്കും പിന്നെ അവരിൽ പിന്നെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ പിടിയിൽപ്പെടാതെ അവർ എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. എന്ന് മാത്രമല്ല ഈ 3 ദിവസം പൂർണ്ണമായി വനത്തിൽ കഴിഞ്ഞിട്ടും അവർ ആരോഗ്യമായിരുന്നു എന്നുള്ളത് അവർക്ക് ഈ രംഗത്തുള്ള അനുഭവ പരിചിതി ആരോഗ്യാവസ്ഥയൊക്കെ തന്നെ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും പിന്നെ ഇന്ന് രാത്രി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാദാപുരത്തെ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് തന്നെ നാദാപുരത്തെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ഒക്കെ ഫോണിലൂടെ വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ചെയ്തിരുന്നു. ആർത്തിൽ ആശ്വാസം നാദാപുരത്തെ വീട്ടിലുമുണ്ട്. എന്തായാലും പിന്നെ കർണാടക സംസ്ഥാന സർക്കാർ വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. കർണാടക സർക്കാർ അവസരത്തിന് ഉയർന്നുകൊണ്ട് ആവശ്യമായ ആൾക്കാരെ അവിടെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശി ശരണ്യയെ കണ്ടെത്തിയിരിക്കുകയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് വനമേഖലയിൽ നിന്ന് ശരണ്യയെ കണ്ടെത്തുന്നത്. പൂർണ്ണ ആരോഗ്യവതിയായാണ് ശരണ്യ തിരിച്ചെത്തിയത്. അത് വലിയ ആശ്വാസമാണ്. കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥിച്ചവർക്കൊക്കെ വലിയ ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ മുഹമ്മദ് അസ്ലമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.